ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചിക്കൻ ഒന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതുണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 2 ഉരുളക്കിഴങ്ങാണ്. അതൊന്ന് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞതാണ് കേട്ടോ. അപ്പൊ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കാം. 2 ഉരുളക്കിഴങ്ങേ വേണ്ടുള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്, ഒത്തിരി ഒന്നും വേണ്ട. അപ്പൊ ഒട്ടും തന്നെ കട്ടിയൊന്നും വരാത്ത രീതിയിൽ വേണം ഉടച്ചെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് സവാളയാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു മീഡിയം സൈസുള്ള സവാളന്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കുനുകുനാന്ന് പറഞ്ഞ് കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ. പിന്നെ കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. അതിന്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 അല്ലെ 1 ടീസ്പൂൺ അത്രയും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ മസാല തന്നെ നിങ്ങൾക്ക് ഉള്ളിയൊക്കെ വഴറ്റി മസാലയൊക്കെ വഴറ്റിയിട്ടൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഇങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കഴിക്കാൻ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നല്ലപോലെ ഉരുളക്കിഴങ്ങിൽ എല്ലാവരും ഒന്ന് മസാല പിടിക്കണം. അതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ കുഞ്ഞു നാരങ്ങയാണ് കേട്ടോ. അപ്പൊ ഏകദേശം 1 ടീസ്പൂൺ ഒക്കെ വേണ്ടുള്ളൂ നാരങ്ങ ജ്യൂസ്, ഒരുപാട് വേണ്ട. ചെറിയൊരു പുളിയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഈ മസാലക്ക്. അപ്പൊ അതും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് മസാലയൊന്നും വഴറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ തീരെ സമയമില്ലാത്ത ദിവസം അല്ലെങ്കിൽ കുറെ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ദിവസമൊക്കെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല സ്നാക്കാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് ആണ്. അപ്പോൾ ഒരു 2 പീസ് ബ്രെഡ് ഞാൻ ഇപ്പൊ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മസാല തീരുന്നവരെ നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഇതുപോലെ കുറച്ച് മസാല ഇതിന്റെ മേലെ വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 3 ടീസ്പൂണോളം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം തന്നെ വെച്ച് കൊടുക്കുക, കാരണം ബ്രെഡ് എന്നിട്ട് നമ്മൾ കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് മസാല കൂടുതൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നന്നായിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ബ്രെഡ് പൊടിച്ചെടുക്കരുത് കേട്ടോ പ്രസ് ചെയ്തിട്ട്. പിന്നെ അതിന്റെ സൈഡിൽ എക്സ്ട്രാ വരുന്ന മസാലയൊക്കെ ഞാനിത് ഇതേപോലെ എടുത്ത് കളയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമ്മൾ ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഈ സ്നാക്ക് തന്നെ നമുക്ക് ചിക്കൻ വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഈ ഒരു രീതിക്ക് തന്നെ ചിക്കനും ഉരുളക്കിഴങ്ങിന്റെ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല രസം ഉണ്ടാവും നമ്മൾ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ദേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ഇത് കുട്ടീസിനൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു മുട്ട ബീറ്റ് ചെയ്തതിൽ ഇത് നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കാം. മുട്ടയിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, കുരുമുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിന് ബ്രെഡ് പൊടിച്ചതിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിന്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ ബ്രെഡ് തന്നെ പൊടിച്ചെടുത്താൽ മതി. അപ്പൊ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. അതിന്റെ സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് കവർ ആവണം. അത് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി. വളരെ സിമ്പിൾ ആണ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ബ്രെഡിലൊക്കെ പൊതിഞ്ഞ് വെച്ചതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. കാരണം നേരത്തെ ചെയ്യുന്നവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ നോമ്പുറക്കാനാകുമ്പോൾ എടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്കിത് 1 മാസത്തോളം ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പൊ നമ്മൾ ഇനി ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ്. നമ്മൾ ചൂട് ഒരുപാട് കുറച്ച് വെച്ചിട്ട് പൊരിച്ചെടുക്കരുത്, കാരണം എണ്ണ കുടിക്കും. ബ്രെഡാണ്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ തിരിച്ചു മറിച്ചിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് നേരിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ബ്രെഡിന്റെ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട് എണ്ണ നല്ലോണം കുടിക്കുന്നു. പക്ഷെ അത് നമ്മൾ എടുക്കുന്ന ആ ഫ്ലെയിമിനനുസരിച്ചാണ് എണ്ണ കുടിക്കുക. ശരിക്കും നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നല്ലപോലെ എണ്ണ കയറും ബ്രെഡിൽ. പക്ഷെ ബ്രെഡ് എപ്പോഴും ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ പൊരിക്കുമ്പോൾ തന്നെ എന്തായാലും കുറച്ച് എണ്ണ ഉണ്ടാവും. നമ്മൾ ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളും. അപ്പൊ ഇത് നമുക്ക് ഇനി എടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നോമ്പുറക്കാനാകുമ്പോൾ എടുത്ത് ഫ്രൈ ചെയ്താൽ മതി, കാരണം ഇത് കുറച്ച് ചൂടോടെ കഴിക്കുമ്പോഴേ ടേസ്റ്റ്. പിന്നെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മയണൈസോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ എന്താണെന്ന് വെച്ചാൽ സെർവ് ചെയ്യാം. എന്തെങ്കിലും ഒന്ന് കൂടെ ഉള്ളപ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി ഇതെടുത്തൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്ക് അല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പൊ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.